പേജ് നമ്പർ 56 ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യത്തിൽ ഈ ഒരു പിക്ചർ കാണുന്നുണ്ടാവും. രണ്ട് സർക്കിൾ ഉണ്ട്, രണ്ട് വൃത്തങ്ങളുണ്ട്. ആ രണ്ട് വൃത്തങ്ങളും കൂട്ടിമുട്ടുന്ന പോയിന്റാണ് പിയും ക്യൂയും. ഈ രണ്ട് സർക്കിളും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റാണ് പിയും ക്യൂയും. ആ പിയിലൂടെയും ക്യൂയിലൂടെയും നമ്മൾ രണ്ട് വരകൾ വരക്കുമ്പോൾ, എ സി എന്ന വരയും ബി ഡി എന്ന വരയും വരക്കുമ്പോൾ ഈ എയും ബിയും സിയും ഡിയും ഈ 4 പോയിന്റ്സും ഈ രണ്ട് സർക്കിളിലുമായിട്ട് മുട്ടുന്നുണ്ട്. ഇവിടെ ഈ ഒരു എയും ബിയും ഈ ഒരു സർക്കിളിൽ മുട്ടുന്ന പോയിന്റാണ്, സിയും ഡിയും ഈ ഒരു സർക്കിളിൽ മുട്ടുന്ന പോയിന്റുമാണ്. ഈ 4 പോയിന്റ്സും സർക്കിളിൽ മുട്ടുന്നുണ്ട്. ഇനി നമ്മളോട് പറയുന്നുണ്ട് എ സിയും ബി ഡിയും ഈ രണ്ട് ലൈൻസ് ഉണ്ടല്ലോ, അത് രണ്ടും പാരലൽ അല്ല എന്ന് പറയുന്നുണ്ട്, സമാന്തരമല്ല. ഈ ഒരു വരയും സമാന്തരമല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മളോട് പറയാണ് ഈ രണ്ട് ലൈൻസും, സമാന്തരമല്ലാത്ത ഈ രണ്ട് ലൈൻസും ഈക്വൽ ആണെങ്കിൽ, തുല്യമാണെങ്കിൽ ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ആ ഒരു ക്വാഡ്രിലേറ്ററൽ, ആ ഒരു ചതുർഭുജം ചക്രീയമാണ്, സൈക്ലിക് ആണെന്ന് നമുക്ക് തെളിയിക്കണം. രണ്ട് സർക്കിൾ ഉണ്ട്, ആ രണ്ട് സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റ്സ് ആണ് പിയും ക്യൂവും. ആ പിയിലൂടെയും ക്യൂയിലൂടെയും രണ്ട് ലൈൻസ് നമ്മൾ വരച്ചു. ആ രണ്ട് ലൈൻസ് പാരലൽ അല്ല, സമാന്തരം അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അത് രണ്ടും എന്താണ്, ഈക്വൽ ആണെങ്കിൽ ഈ ഒരു 4 വശങ്ങളുള്ള ഈ ഒരു ക്വാഡ്രിലേറ്ററൽ ഈ ഒരു സൈക്ലിക് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഈ ഒരു എ ബി സി ഡി എന്ന് പറഞ്ഞ ആ ഒരു ചതുർഭുജം ചക്രീയ ചതുർഭുജമാണെന്ന് നമ്മൾ തെളിയിക്കണം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് അറിയാം, എന്ത് കാര്യം അറിയാം, ഒരു ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വലംബകം എന്തായാലും സൈക്ലിക് ആണെന്ന് നമുക്കറിയാലോ. സമപാർശ്വലംബകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വരകൾ പാരലലാണ്, സമാന്തരമാണ്. ഈ രണ്ട് വരകൾ സമാന്തരമല്ല, പക്ഷെങ്കിൽ ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. പിന്നെ ഇവിടെയുള്ള ആംഗിളും തുല്യം, ഇവിടെയുള്ള ആംഗിളും തുല്യം. അതാണ് ഐസോസിലസ് ട്രപ്പീസിയം, സമപാർശ്വലംബകം. അത് സൈക്ലിക് ആണെന്ന് നമുക്ക് എന്തായാലും അറിയാം. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആയാൽ മതി, ഇത് രണ്ടും പാരലൽ അല്ലാണ്ടും ആയാൽ മതി, ഇത് രണ്ടും ഈക്വലും ആയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്തുണ്ട്, ഈ രണ്ടെണ്ണം പാരലൽ അല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇത് രണ്ടും പാരലൽ അല്ല, പക്ഷേ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു എ ബി സി ഡി സൈക്ലിക് ആണ്, ചക്രീയമാണെന്ന് പ്രൂവ് ചെയ്യണം. ഇത് രണ്ടും പാരലൽ അല്ല, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇത് സൈക്ലിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും പാരലൽ ആവണമല്ലോ. ഐസോസിലസ് ട്രപ്പീസ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും പാരലൽ അല്ല, പക്ഷേ ഇത് രണ്ടും ഈക്വൽ. പാരലൽ അല്ലാത്ത രണ്ടും ഈക്വൽ ആണെങ്കിൽ അത് സൈക്ലിക് ആണെന്ന് ഐസോസിലസ് ട്രപ്പീസത്തിൻ്റെ കേസിൽ നമുക്കറിയാം, സമപാർശ്വലംബകത്തിൻ്റെ കേസിൽ നമുക്കറിയാം. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെയല്ലേ പറയുന്നത്, ഇത് രണ്ടും പാരലൽ അല്ല, പക്ഷേ ഇത് രണ്ടും ഈക്വൽ ആണ്. പാരലൽ അല്ലാത്ത രണ്ടും ഈക്വൽ ആണ്, സമാന്തരമല്ലാത്ത രണ്ട് വശങ്ങളും ഈക്വൽ ആണെങ്കിൽ ഈ ഒരു എ ബി സി ഡി ചക്രീയമാണ്, സൈക്ലിക് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇതെന്തായാലും പാരലൽ ആവണ്ടേ, ഇത് ഐസോസിലസ് ട്രപ്പീസിയം ആവണമെങ്കിൽ ഈ രണ്ടെണ്ണം എന്തായാലും പാരലൽ ആവണ്ടേ. ഇത് രണ്ടും പാരലൽ അല്ലെങ്കിൽ ഇത് രണ്ടും പാരലൽ ആവണ്ടേ. അപ്പോൾ ഈ എ ബിയും സി ഡിയും പാരലൽ ആണെങ്കിൽ എ സിയും ബി ഡിയും പാരലൽ അല്ലാന്ന് നമ്മളെ കയ്യിലുണ്ട്. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം, അത് സൈക്ലിക് ആണെന്ന് പറയാലോ. ഉറപ്പല്ലേ, ഐസോസിലസ് ട്രപ്പീസിയം എന്തായാലും സൈക്ലിക് ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ട്. സമപാർശ്വലംബകം സൈക്ലിക് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സമപാർശ്വലംബകമാണെന്ന് നമുക്ക് മനസ്സിലായാൽ മതി. അങ്ങനെ മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, അത് സൈക്ലിക് ആണ്, ചക്രീയമാണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇത് രണ്ടും പാരലൽ ആണ്, സമാന്തരമാണെന്നാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഓക്കെ അല്ലേ. ഈ രണ്ട് ലൈൻസും പാരലൽ അല്ല, സമാന്തരമല്ല. ഇത് രണ്ടും ഈക്വലും ആണെങ്കിൽ ഇത് ചക്രീയമാണ്, സൈക്ലിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. അങ്ങനെ ചക്രീയമാണെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണ്ടേ. അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പറഞ്ഞൂടെ, ഇത് രണ്ടും പാരലൽ ആണെന്നാണ് നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് എ ബിയും സി ഡിയും പാരലൽ ആണെന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, പാരലൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. എ ബിയും സി ഡിയും ഓക്കെ ആണല്ലോ, എ ബിയും സി ഡിയും. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചെയ്യുന്ന കാര്യം പി ക്യൂ എന്ന് പറഞ്ഞൊരു ലൈൻ വരക്കുന്നു. പിയിൽ നിന്ന് ക്യൂയിലേക്ക് ഒരു ലൈൻ വരക്കുന്നത്. അങ്ങനെ പിയിൽ നിന്ന് ക്യൂയിലേക്ക് വരച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ചതുർഭുജം കിട്ടുന്നുണ്ടല്ലോ, രണ്ട് ക്വാഡ്രിലേറ്ററൽ കിട്ടുന്നുണ്ടല്ലോ. എ പി ക്യൂ ബിയും പി ക്യൂ ഡി സിയും രണ്ടെണ്ണം കിട്ടുന്നുണ്ടല്ലോ. ആ രണ്ടും എന്താണ്, സർക്കിളിലാണ് ആ പോയിൻറ്റ്സ് ഒക്കെ വരുന്നത്. എ പി ക്യൂ ബിയിലുള്ള 4 പോയിൻറ്റ്സും സർക്കിളിലാണ് വരുന്നത്. പി ക്യൂ ഡി സിയും എന്താണ്, 4 പോയിൻറ്റ്സും ഈ സർക്കിളിലാണ് വരുന്നത്. അപ്പോൾ ഇത് രണ്ടും എന്താണ്, സൈക്ലിക് ആണ്. ഇത് രണ്ടും ചക്രീയമാണ്, അത് നമുക്കറിയാം. പക്ഷേ ഇത് മൊത്തത്തിൽ ചക്രീയമാണ്, സൈക്ലിക് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതും സൈക്ലിക് ആണ്, ചക്രീയമാണ്. അപ്പോൾ ഇത് മൊത്തം എന്താണ്, സൈക്ലിക് ആണ്, ചക്രീയമാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മളത് പറയാൻ വേണ്ടി പി ക്യൂ വരച്ചു. എന്നിട്ട് ഇതും ചക്രീയമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫസ്റ്റ് ഇത് എടുക്കുന്നു, എ പി ക്യൂ ബി എന്താണ്, സൈക്ലിക് ആണ്. എ പി ക്യൂ ബി ചക്രീയ ചതുർഭുജമാണ്, 4 പോയിൻറ്റ്സും ഈ വൃത്തത്തിലുള്ളത് കൊണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അതിൻ്റെ എതിർകോണുകളൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 കിട്ടും. അപ്പോൾ കോൺ എയും കോൺ പി ക്യൂ ബിയും കൂട്ടിയാൽ 180 കിട്ടും. ഇനി കോൺ എനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. കോൺ എയും കോൺ ക്യൂവും കൂട്ടിയാൽ നമുക്ക് 180 കിട്ടും. അതേപോലെ തന്നെ ഇതും കൂട്ടിയാൽ 180 കിട്ടും. വേണമെങ്കിൽ എഴുതി വെക്കാം, നമുക്ക് ഇത് മാത്രം മതി, ഈ ഒരു കോൺ മാത്രം മതി. അപ്പോൾ എയും ഈ ഒരു ക്യൂവിൻ്റെ സൈഡിലുള്ള ആ ഒരു കോണും എന്താണ്, 180 കിട്ടി. ഇനി ഈ കോണിനെ നമ്മൾ എക്സ് എന്ന് വിളിക്കുന്നത്. ഈ കോൺ എനെ നമ്മൾ എക്സ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, എക്സ് പ്ലസ് പി ക്യൂ ബി 180 പറയാൻ പറ്റും.
എനെ എക്സ് എന്ന് വിളിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ പി ക്യൂ ബി ഇവിടെ വെച്ചിട്ട് എക്സ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ 180 മൈനസ് എക്സ് എന്ന് വരും. അതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. ഇനി നമ്മൾ വേറൊരു വഴി വെച്ചിട്ട്, അതായത് ഈ ബി ഡി എന്ന് പറഞ്ഞ ആ ഒരു ലൈന് കണ്ടോ? ഈ ബി ഡി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ഫുൾ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു ലൈനിൻ്റെ ഫുൾ ആംഗിൾ 180 ആയിരിക്കും. പ്രൊട്രാക്ടർ അല്ലേ? ഇങ്ങനെ വരുമ്പോൾ പ്രൊട്രാക്ടർ അല്ലേ? ഒരു പകുതി വൃത്തം പ്രൊട്രാക്ടർ അല്ലേ? അപ്പോൾ ഈ ഒരു വരയുടെ ബി ഡി എന്ന് പറഞ്ഞ വരയുടെ ഫുൾ ആംഗിൾ എത്രയാണ്? 180 ആണ്. അപ്പോൾ ഇത് പ്ലസ് ഇത് എത്രയായിരിക്കും? 180 ആയിരിക്കും. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ക്യൂ ബി. അപ്പോൾ ആംഗിൾ പി ക്യൂ ബി പ്ലസ് പി ക്യൂ ഡി എന്തായിരിക്കും? 180 ആയിരിക്കുമല്ലോ. ഈ ബി ഡി എന്നുള്ള വരയുടെ ഫുൾ കോണാണ് 180 ഡിഗ്രി വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കോണ് പ്ലസ് ഈ കോണ് 180 പറയാം. അപ്പോൾ പി ക്യൂ ബി പ്ലസ് പി ക്യൂ ഡി എന്താണ്? 180 പറയാം. അതിൻ്റെ കാരണം ഇതാണ്, ഒരു ലൈനിൻ്റെ ഫുൾ കോണ്, ഒരു ഇത് എക്സും ഇത് വൈ ആണെങ്കിൽ ഇത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടും. ഫുൾ കോൺ എന്തായാലും 180 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ ഒരു പി ക്യൂ ബി എടുത്തു കഴിഞ്ഞാൽ ഇത് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക? 180 മൈനസ് പി ക്യൂ ഡി എന്ന് പറയാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 കൊടുത്ത്. ഇക്വേഷൻ നമ്പർ 1ലും ഇക്വേഷൻ നമ്പർ 2ലും ലെഫ്റ്റ് സൈഡിൽ എന്താണ്? പി ക്യൂ ബി ആണ്. അപ്പോൾ എന്താണ്? ഈ റൈറ്റ് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത് എന്താ ഇതാ? 180 മൈനസ് എക്സ് ഈക്വൽ ടു 180 മൈനസ് പി ക്യൂ ഡി എന്ന് ഓർക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ 180 മൈനസ് എക്സ് ഈക്വൽ ടു 180 മൈനസ് പി ക്യൂ ഡിന്ന് എഴുതാം. 1ൽ നിന്നും 2ൽ നിന്നും. അപ്പോൾ നമുക്കിവിടെ 180 കട്ടാവും, മൈനസും കട്ടാവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? പി ക്യൂ ഡി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. പി ക്യൂ ഡി ഈസ് ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. പി ക്യൂ ഡി എന്ന് പറഞ്ഞാൽ ഏതാ? പി ക്യൂ ഡി. ഈ ഒരു ആംഗിൾ നമുക്ക് എക്സ് കിട്ടി. ഈ ഒരു ആംഗിളും നമുക്ക് എക്സ് കിട്ടി. ഇനി നമ്മൾ ഈ പി ക്യൂ ബി എന്നുള്ള ഈ ഒരു ചതുർഭുജം ചക്രീയമാണെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിച്ചത്. ഇനി അടുത്തത് ഇത് നോക്കുക. ഈ ഒരു ചതുർഭുജം പി ക്യൂ ഡി സി, അതും എന്താണ്? അതിന് 4 പോയിൻറ്റ്സും സർക്കിളിൽ വരുന്നത് കൊണ്ട് തന്നെ അതും എന്താണ്? സൈക്ലിക് ആണ്. ഇതും സൈക്ലിക് ആണ്. അപ്പോൾ ഇതും ചക്രീയമായതുകൊണ്ട് നമുക്ക് ഇനി അടുത്ത പറയാലോ. നമ്മൾ പറയാൻ പോവാണ്. അപ്പോൾ പി ക്യൂ ഡി സി സൈക്ലിക് ആണ്. ഇതിൻ്റെ പിയും ക്യൂവും ഡിയും സിയും എല്ലാം സർക്കിളിലുള്ളത് കൊണ്ട് നമുക്ക് എന്താ പറയുക? പി ക്യൂ ഡി സി സൈക്ലിക് ആണ്, ചക്രീയമാണെന്ന് പറയാൻ പറ്റും. ഇനി അത് സൈക്ലിക് ആണെങ്കിൽ നമുക്ക് എന്താ പറയാൻ പറ്റും? ഈ കോണും തമ്മിൽ കൂട്ടിയാൽ 180 കിട്ടൂലേ? ഈ ഒരു കോണും 180 കിട്ടും. കൂട്ടിയാൽ ഇതും കൂട്ടിയാൽ 180 കിട്ടും. നമുക്ക് ഇത് മാത്രമേ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതി? പി ക്യൂ ഡി, ആംഗിൾ പി ക്യൂ ഡി പ്ലസ് ആംഗിൾ സീനെ നമുക്ക് ഇവിടെ വേറൊന്നും ഇല്ലാത്തതുകൊണ്ട് ആംഗിൾ സി തന്നെ എഴുതാം. അല്ലെങ്കിൽ പി സി ഡി എന്നും എഴുതാൻ പറ്റും കേട്ടോ. കുഴപ്പമൊന്നുമില്ല. ഇവിടെ വേറെ ഒരു വരയും കുരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സി എന്ന് മാത്രം എഴുതിയാലും കുഴപ്പമില്ല. അതുകൊണ്ടാണ് സി എന്ന് എഴുതിയത്. അല്ലെങ്കിൽ ഈ ആംഗിളിന് നമുക്ക് എന്തും കൂടി എഴുതാം? പി സി ഡി എന്നും കൂടി എഴുതാം. ഓക്കെ. അപ്പോൾ ആംഗിൾ സിയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 180 കിട്ടും. സൈക്ലിക് ആയതുകൊണ്ട് എതിർ കോണുകളുടെ തുക 180 ആണ്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഓക്കെ. വേണമെങ്കിൽ റീസൺ ഇവിടെ എഴുതി വെക്കാം. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180, എതിർ കോണുകളുടെ തുക 180 ആണ്. അപ്പോൾ നമുക്ക് ഈ പി ക്യൂ ഡി എക്സ് ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. പി ക്യൂ ഡിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് ആംഗിൾ സി ഈക്വൽ ടു 180. ഇനി ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ് അവിടെ വെച്ചിട്ട് എക്സ് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ സി എന്ത് കിട്ടി? 180 മൈനസ് എക്സ് കിട്ടി. ഇത് എക്സും ആണ്. ഇതെന്താണ്? 180 മൈനസ് എക്സും കിട്ടി. 180 മൈനസ് എക്സും കിട്ടി. അപ്പോൾ അത് രണ്ടും കൂട്ടി നോക്കിയാട്ടെ. ഈ ആംഗിളും കൂട്ടി നോക്കുക. ഇതിപ്പോൾ എക്സ് ആദ്യം നമ്മൾ എടുത്തു. ഇത് 180 മൈനസ് എക്സും കിട്ടി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ സി നോക്ക്. ആംഗിൾ എ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, പ്ലസ് ആംഗിൾ സി എന്ന് പറഞ്ഞാൽ 180 മൈനസ് എക്സ് ആണ്. അപ്പോൾ ഈ എക്സും കട്ടായി പോകും, 180 ബാക്കിയാവും. അപ്പോൾ എന്താ? ആംഗിൾ എയും ആംഗിൾ സിയും കൂട്ടിയാൽ 180 കിട്ടി. അങ്ങനെ പറഞ്ഞാൽ എന്താ? ഇത് രണ്ടും എന്താണ്? ഈ രണ്ട് ലൈൻസിൻ്റെ ഉള്ളിലുള്ള ഈ കോണുകളാണല്ലോ. ഇത് കോ ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. അതെന്തുകൊണ്ടാണ് മനസ്സിലായ? അതായത് ഈ രണ്ട് ലൈൻസ് പാരലായിട്ടുള്ള സമാന്തരമായിട്ടുള്ള രണ്ട് ലൈൻസിനെ ഒരു വര കട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ആംഗിൾസിനുമാണ് നമ്മൾ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറയുക. അതേപോലെയല്ലേ ഇതുള്ളത്? ഈ രണ്ട് ലൈൻസിൻ്റെ കോ ഇൻറ്റീരിയർ ആന്തര സഹകോണുകളാണ് ഈ ഒരു കോൺ എയും കോൺ സിയും. അത് രണ്ടും കൂട്ടിയപ്പോൾ നമുക്ക് 180 കിട്ടുകയും ചെയ്തു. അപ്പോൾ അത് പാരലൽ ആയിരിക്കൂലേ? കാരണം എന്താ? രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു വര വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഈ രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. ഈ കോണുകളെയാണ് നമ്മൾ ആന്തര സഹകോണുകൾ അല്ലെങ്കിൽ കോ ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞത്. അഥവാ നമുക്ക് ഏതെങ്കിലും അങ്ങനെയുള്ള ആംഗിൾസ് എന്താണ് ഇവിടെ എവിടെയും കിട്ടിയത് പാരലാണോ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഇവിടെയുള്ള ആംഗിളും തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ രണ്ട് വരകളും പാരലാന്ന് പറയാൻ പറ്റും. രണ്ട് വരകൾ പാരലാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വര വരക്കുമ്പോൾ ഇത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടും. ഇനി പാരലാന്ന് അറിയില്ലെങ്കിൽ ഈ രണ്ട് വരകളും കൂട്ടുമ്പോൾ 180 ആദ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് വരകളും പാരലൽ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, ഈ രണ്ട് വരകളുടെ ഇടയിലുള്ള
ഈ കോണും ഈ കോണും അതല്ല ഇതും ഈ രണ്ട് വരകളുടെ ഇത് പാരലൽ നമുക്ക് അറിഞ്ഞൂടേനും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എന്താണ്? ഇത് സൈക്ലിക് ചക്രി എന്ന് വെച്ചിട്ട് നമുക്കിങ്ങനെ കുറേ സാധനങ്ങൾ ചെയ്തു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടി ഈ ഒരു ആംഗിളും കൂട്ടുമ്പോൾ 180 കിട്ടി. അപ്പോൾ ഇതും എന്താണ്? രണ്ട് വരകളുടെ ഇടയിലുള്ള ഈ ഒരു ആംഗിളല്ലേ, ഇവിടെയുള്ളതുമായിട്ടുള്ള ആംഗിളാണ്. അപ്പോൾ ഇത് എക്സും കിട്ടി, ഇത് 180 മൈനസ് എക്സും കിട്ടിയിട്ട് ഇത് രണ്ടും കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? 180 കിട്ടി. അപ്പോൾ ഈ ആംഗിളും കൂട്ടുമ്പോൾ 180 കിട്ടിയാൽ ഓഫ് കോഴ്സ് ഈ രണ്ട് വരകളും എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഇത് രണ്ടും കോ ഇൻറ്റീരിയർ ആംഗിൾസും ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ബി പാരലൽ ടു സി ഡി എന്ന് പറയാം. എ ബിയും സി ഡിയും പാരലൽ ആണെന്ന് പറയാം. അപ്പോൾ എ ബി പാരലൽ ടു സി ഡി, എ ബിയും സി ഡിയും സമാന്തരമാണ്. അപ്പോൾ നമുക്കെന്ത് പറയാം? ഇതും സമാന്തരമാണെന്ന് കിട്ടി. ഇതും ആദ്യം സമാന്തരമല്ല എന്ന് നമുക്കറിയാം. ഇത് രണ്ടും ഈക്വലും ആണെങ്കിൽ അതെന്താണ്? ഐസോസിലസ് ട്രപ്പീസിയമാണല്ലോ, സമപാർശ്വ ലംബകമാണല്ലോ. രണ്ട് ലൈൻസ്, ഓപ്പോസിറ്റുള്ള രണ്ട് ലൈൻസ് പാരലലും പിന്നെന്താണ് ഇപ്പുറത്തുള്ള രണ്ടും പാരലൽ അല്ലാത്തതും പക്ഷേ രണ്ടും ഈക്വലും ആണെങ്കിൽ അതെന്താണ്? ഐസോസിലസ് ട്രപ്പീസിയമാണ്. ഐസോസിലസ് ട്രപ്പീസിയത്തിന് നമുക്ക് സൈക്ലിക്കായിട്ട് വരക്കാൻ പറ്റും. സൈക്ലിക് അല്ലെങ്കിൽ ചക്രീയമാണ്. ഐസോസിലസ് ട്രപ്പീസിയം അല്ലെങ്കിൽ സമപാർശ്വ ലംബകം ഓൾവേസ് സൈക്ലിക് ആണ്, ചക്രീയമാണ്. നമ്മൾ മുന്നേ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എ ബി സി ഡി നമുക്ക് എന്ത് കിട്ടി? എ ബി സി ഡി എന്നുള്ള ആ ഒരു ചതുർഭുജം ക്വാഡ്രിലേറ്ററിൽ നമുക്ക് എന്ത് കിട്ടി? ഒരു ട്രപ്പീസിയാന്ന് കിട്ടി. എന്തുകൊണ്ടാണ്? പാരലൽ ആയതുകൊണ്ട് ട്രപ്പീസിയാന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ അത് സൈക്ലിക് ആണ്. ഈക്വൽ എന്ന് പറയുമ്പോൾ ഐസോസിലസ് ട്രപ്പീസിയം, ഈ രണ്ട് വരകളും സമാന്തരമല്ല, പാരലൽ അല്ല. പക്ഷെങ്കിൽ ഈക്വലും ആണെങ്കിൽ ഇത് രണ്ടും പാരലലാണ്, ഇത് രണ്ടും പാരലൽ അല്ല, എന്നാൽ തന്നെ അത് ട്രപ്പീസിയായി, ലംബകമായി. ഇനി ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഐസോസിലസ് ട്രപ്പീസിയോ ആയല്ലോ. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ സമപാർശ്വ ലംബകമായി. അങ്ങനെ സമപാർശ്വ ലംബകമാണെങ്കിൽ ഇത് ഓഫ് കോഴ്സ് എന്താണ്? സൈക്ലിക് ആണ്. അപ്പോൾ നമുക്ക് എ ബി പാരലൽ ടു സി ഡി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ ബി സി ഡി ഒരു ട്രപ്പീസിയമാണെന്ന് പറയാൻ പറ്റും. എ ബി സി ഡി ഒരു ലംബകമാണ്. എന്തുകൊണ്ടാണ്? രണ്ടെണ്ണം പാരലലും മറ്റേത് രണ്ടും പാരലൽ അല്ലാത്തതും. അഥവാ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ അതിനെ സമപാർശ്വ ലംബകം എന്ന് പറയും, ഐസോസിലസ് ട്രപ്പീസിയം എന്ന് പറയും. ഈക്വൽ ഒന്നും അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? വെറും ഒരു ട്രപ്പീസിയം എന്ന് പറയാൻ പറ്റും. ഇത് രണ്ടും എന്തോ ആയിക്കോട്ടെ, പാരലൽ അല്ല. ഇത് രണ്ടും പാരലൽ അല്ലാത്തതാണെങ്കിൽ അത് ട്രപ്പീസിയമാണ്, ലംബകമാണ്. അപ്പോൾ എ ബി സി ഡി ലംബകമാണെന്ന് കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഈ രണ്ട് ലൈൻസും എ സിയും ബി ഡിയും എന്താണ്? ഈക്വൽ ആണെങ്കിൽ, ഇഫ് എ സി ഈക്വൽ ടു ബി ഡി, എ സിയും ബി ഡിയും ഈക്വൽ ആണെങ്കിൽ എ ബി സി ഡി ഈസ് ഐസോസിലസ് ട്രപ്പീസിയം. എന്താണ്? എ ബി സി ഡി ഒരു സമപാർശ്വ ലംബകമാണ്. ഇനി നമുക്കറിയാം സമപാർശ്വ ലംബകം ഒക്കെ എന്താണ്? സമപാർശ്വ ലംബകം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇതാണ്, സൈക്ലിക് ആണ്, ചക്രീയമാണ്. നമ്മൾ ആദ്യം പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്? എ ബി സി ഡി ഈസ് സൈക്ലിക്. എ ബി സി ഡി ചക്രീയ ചതുർഭുജമാണ്.